ഈ മതിൽ കെട്ടിയിട്ടതിന്റെ ഉള്ളിലാണ് ബദരീങ്ങൾ മറവിട്ട് കിടക്കുന്നത്. വേറെയും കുറെ കബറുകൾ ഉള്ളിലുണ്ട്, ബദരീങ്ങളുടെ കബറുകളും ഉള്ളിലുണ്ട്. അതിനുശേഷം പുതിയ ഗവൺമെന്റ് പിന്നെ ഹെറിറ്റേജ് കമ്മീഷന്റെ ഭാഗമായിട്ട് എല്ലാം പ്രൊട്ടക്ട് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫെൻസ് കെട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ ഇടത് ഭാഗത്തുള്ള ഈ മാർബിൾ കഷ്ണത്തിൽ എല്ലാ സഹാബാക്കളെ കൊല്ലപ്പെട്ട ഷഹീദായ എല്ലാ സഹാബാക്കളെ പേരും കൊത്തിവെച്ചിട്ടുണ്ട്. നിങ്ങളുടെ വലതു ഭാഗം നോക്കുക. വലതു ഭാഗത്ത് ഈ ഫെൻസ് കെട്ടി ഈ മതിൽ കെട്ടിയതിന്റെ ഉള്ളിലാണ് ബഹുമാനപ്പെട്ട ബദർ ശുഹദാക്കളെ മറവിട്ട് കിടക്കുന്നത്. നമ്മളൊക്കെ ചെറുപ്പത്തിലെ ഉമ്മമാരൊക്കെ ഒന്ന് കേൾക്കാറുണ്ട് ബദരീങ്ങളെ എന്നൊക്കെ, അല്ലെ? ബദരീങ്ങൾ കാക്കട്ടെ, അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് പറയാലോ സാധാരണ. ആ ബദരീങ്ങളുടെ ചാരത്താണ് നമ്മളിപ്പോ എത്തിയിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, നമുക്ക് ഇവിടെ എത്താൻ കഴിഞ്ഞല്ലോ. എല്ലാവരും ആ ഹംദ് ശുക്ർ മനസ്സിൽ വേണം. അല്ലാഹു തആല നമ്മൾ ബദറിലേക്ക് വരാന്ന് പറഞ്ഞതിന്റെ അർത്ഥം അല്ലാഹു